വെൽക്കം ടു നീറ്റ് സ്ട്രീറ്റ്സ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരത്തോരനാണ്. നമ്മൾ എല്ലാ ഇലക്കറിയും വളരെ നല്ലതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം പച്ച ഇലയാണ്, ചീരയുടെ ഇല. നമ്മൾ ചുവപ്പ്, റെഡ് കളർ, പിങ്ക് കളറൊക്കെ ഉണ്ട്, അതെടുക്കാം. ഏത് ഇലയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, അത് നന്നായിട്ട്. ഇത് വലിയ ഇലയായതുകൊണ്ട് ഇങ്ങനെ കഷ്ണിച്ച് നുറുക്കി ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ, സവോള, അല്ലെങ്കിൽ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്ത് ഉള്ളിയും സവോളയുണ്ട്, പച്ചമുളക്, പിന്നെ കടുക്, എണ്ണ. പിന്നെ ഞാൻ ഇച്ചിരി കൂടി സ്വാദ് കൂട്ടാൻ വേണ്ടി ഇതിനകത്ത് മുട്ടയും കൂടി ഞാൻ അടിച്ച് ചെയ്യും. മുട്ട വേണ്ടാത്തവർക്ക് സാധാരണ വെജിറ്റേറിയൻകാർക്ക് വെജിറ്റബിൾ ചീര ആയിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് ആ പാനിലേക്ക് എണ്ണ ഒഴിക്കാം. വളരെ വേഗത്തിൽ നമുക്കിത് ചെയ്ത് തീർക്കാം. ചീര ഇലയ്ക്ക് ഒട്ടും വേവില്ല, ഒരാവി കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ആകും. ഇതെല്ലാം കൂടി കടുക് പൊട്ടിച്ചതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാൽ മതി. കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പരിപ്പ് ഇടാം ഇതിൻ്റെ കൂടെ. അത് വേണ്ടാത്തവർക്ക് ചീരയുടെ ഇല നമ്മൾ ഇടുകയാണ്. നമ്മൾ ഓർക്കും ചീരയുടെ ഇല ഒത്തിരി ഉണ്ടല്ലോ എന്ന്, പക്ഷേ അത് ഒതുങ്ങി വരുമ്പം ഒരു കുറച്ചായിട്ട് മാറും. അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൽ നിറച്ചുകൊണ്ട് അത് വേഗം തന്നെ വഴണ്ട് അത് ചെറുതാവുന്നതാണ്. അതിലേക്ക് തന്നെ നമ്മുടെ ഇതിനകത്തേക്ക് തേങ്ങയും സവോളയും പച്ചമുളകും എല്ലാം കൂടി ഇടും. ഒന്നൊരു ഒതുക്കം വന്നതിന് ശേഷം നമ്മൾ ആദ്യം എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ചീരയുടെ ഇല ആദ്യം ഇടുകയാണെങ്കിൽ നമുക്കത് കുഴഞ്ഞ് വെള്ളം വിട്ട് പോകാതെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ആ എണ്ണയിലേക്ക് ഈ ചീരയുടെ ഇല നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ കണ്ടില്ലേ, ആ പാനിൽ എന്തോരം ഉണ്ടായിരുന്നു, അതിപ്പോൾ ചെറുതായി കുറച്ച് വരും. ഇനി നമുക്ക് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്കിതെല്ലാം ഇടാം. അപ്പോൾ ഒന്ന് വഴണ്ട് വന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയും സവോളയും കൂടി കൂട്ടിയാണ് അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ടു. ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇടുക അതിനകത്തേക്ക്. അപ്പോൾ എല്ലാവരും മറക്കരുത്, എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ചീരയുടെ ഇല അല്ലെങ്കിൽ എന്ത് ഇല, നമ്മൾ ഉലുവ, മേത്തി ലീവ്സ് അങ്ങനെ വെച്ചൊക്കെ തോരൻ വെക്കില്ല. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴൊക്കെ ആ ഇല ആദ്യം ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം, അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ലിക്വിഡ് ഫോമിൽ കുഴഞ്ഞു പോലെ ഒരു ഇത് വരാതെ നമുക്ക് നല്ലൊരു തോരൻ ആയിട്ട് കിട്ടും. ഇത് ഇനി നമ്മൾ തേങ്ങ ഇടുകയാണ്. നമ്മൾ അത്രയും ചീരയ്ക്ക് നമ്മൾ ഒരു അരമുറി തേങ്ങ നമ്മൾ ഇടുക. അത് ചിലർ ഒതുക്കിയിടുന്നുണ്ട്, ഞാൻ ഒതുക്കിയിട്ടിട്ടില്ല. അതേപോലെ നമ്മൾ ചിരണ്ടിയ പോലെ തന്നെ ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും കുഴയാതെ തന്നെ കിട്ടുക. അതിൻ്റെ മുകളിലേക്ക് സ്വല്പം ഉപ്പും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൂട്ടിയിളക്കി ഒരു ശകലം നേരം മൂടി വയ്ക്കുക. നമ്മുടെ മുട്ട ചീരത്തോരൻ ഒരു ഏകദേശം റെഡിയായി. നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇതോടുകൂടി നമുക്ക് ഇതാക്കാം. ഞാൻ മുട്ടയും കൂടി ഇടുന്നതുകൊണ്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാനിതിലേക്ക് അടിച്ചൊഴിക്കുകയാണ്. ഉപ്പും അങ്ങനെ ഒന്നും ഇടണ്ട, കാരണം നമ്മൾ ഇതിനകത്തെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അതായിക്കോളും. അതിൻ്റെ നടുക്കേക്ക് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് അതിലൊഴിക്കണം. അപ്പോൾ നമുക്കത് അവിടെ ഇരുന്ന് ആവുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് മൊത്തത്തിൽ എല്ലായിടത്തോടെയും വരത്താം. മുട്ട നടുക്കൊഴിച്ചു. ഇനി അതിൻ്റെ നടുക്കൊന്ന് ഇച്ചിരി തീ കൂട്ടിയിടണം. അപ്പോൾ തീ കൂട്ടി കഴിയുമ്പോൾ അത് പെട്ടെന്ന് മുട്ട ഒന്ന് പൊരിഞ്ഞ് കിട്ടും. ആ നടുക്ക് മാത്രമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കൂട്ടി ഇളക്കി ചീരയുടെ എല്ലാം മൊത്തത്തിലാക്കി. അപ്പോൾ നല്ല മുട്ട ഈ ഇലയ്ക്ക് ചുറ്റിനും ഇങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ കഴിക്കുമ്പം കുട്ടികളൊക്കെ കഴിച്ചോളും. അങ്ങനെ ചിലർ പിള്ളേർ ഇങ്ങനെ ഇലയുടെ രുചി വരുന്നു എന്നൊക്കെ പറയും. ഇത് മുട്ടയും കൂടി കൂട്ടുമ്പോൾ അത്രയും ഇത് വരത്തില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഓഫ് ചെയ്യാറാകുമ്പോൾ ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കുക. ഒഴിച്ച് തീ ഓഫ് ചെയ്യുക. ഇതിനധികം വേവില്ല, പെട്ടെന്നാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
നമുക്ക് ഏത് ഇലക്കറിയും ഇങ്ങനെ തോരൻ വെക്കാവുന്നതാണ്. മുട്ട വേണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. വേണ്ട, നന്നായിട്ട് ഒലന്ന് വേറെ കുഴഞ്ഞിട്ടില്ല, വെള്ളമില്ല. അപ്പം അത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Press the bell icon to get the notification. Thank you.